മൂന്ന് രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, 3 കാറ്റഗറീസ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയാണ്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്നുള്ളത് നിങ്ങളുടെ ഫാദർ, അച്ഛൻ, ഉപ്പ പ്രവാസിയാണ്, ഗൾഫിലാണ്. നിങ്ങളും നിങ്ങളുടെ ഉമ്മയും അല്ലെങ്കിൽ അമ്മയും നാട്ടിലാണ്, നിങ്ങളുടെ സിബ്ലിങ്സും നാട്ടിലാണ്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. സോ നിങ്ങളുടെ ഫാദർ പ്രവാസിയാണ്, വർക്ക് ചെയ്ത് മാസം മാസം നാട്ടിലേക്ക് കാശ് അയച്ചു തരുന്ന ഒരാളാണ്. ഫാദർ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലോ നാട്ടിൽ വരുന്ന ആളാണ്. ചിലപ്പോൾ നാട്ടിൽ വരാൻ പറ്റാതെ ഗൾഫിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുമാകാം. രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് ഗൾഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, പ്രവാസിയായി ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടർക്കുള്ളതാണ്. മൂന്നാമത്തെ ഓഡിയൻസ് എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം, മോർ ദാൻ 10 years അല്ലെങ്കിൽ 5 to 10 years അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം ഗൾഫിൽ പ്രവാസിയായി ഒറ്റയ്ക്ക് ജീവിച്ച് പോകുന്ന ഒരാളാണ്. സോ ഒറ്റയ്ക്കാണ് ഗൾഫിൽ ഉള്ളത്. സോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഗൾഫിലാവാൻ സാഹചര്യം എന്നുള്ളത് ചിലപ്പോൾ സാമ്പത്തികമായി അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഫാമിലിയെ ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കാം. അല്ലെങ്കിൽ വർക്ക് അങ്ങനെയായിരിക്കാം, സൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയി ഫാമിലിയെ പ്രവാസി എന്ന രീതിയിൽ ഗൾഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരാളായിരിക്കാം. ഓക്കെ, സോ എന്തായാലും ദാറ്റ് പേഴ്സൺ ഈസ് സ്റ്റേയിങ് അലോൺ, ഒറ്റയ്ക്ക് പ്രവാസിയായി ജീവിക്കുകയാണ് മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ. ഫാമിലി നാട്ടിലാണ്. നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അതായത് നാട്ടിൽ ഫാമിലിയാണ്, മാസം മാസം വീട്ടിൽ കാശ് അയച്ചു കൊടുക്കുന്ന, വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ മാത്രം നാട്ടിലേക്ക് പോകാൻ പറ്റുന്ന, ചിലപ്പോൾ നാട്ടിലേക്ക് പോകാനേ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാണ്. സോ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ ഏതൊരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആ ഒരു ടോപ്പിക് സംസാരിക്കാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്നുള്ളത് വലിയൊരു പോയിൻ്റ് തന്നെയാണ്. സോ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത് എൻ്റെ പ്രവാസ ജീവിതം തന്നെയാണ്. സോ ആദ്യം എൻ്റെ പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എ ബാച്ചിലറായിരുന്നു. എൻ്റെ ആദ്യത്തെ ജോലി കഴിഞ്ഞ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്ത പ്രവാസ ജീവിതം ഏകദേശം 2.5 വർഷം ഗൾഫിലായിരുന്നു. ഐ വാസ് എ ബാച്ചിലർ, മാരീഡ് ആയിരുന്നില്ല. പിന്നെയുള്ള രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വരുന്നു, ഏകദേശം 4.5 വർഷം നാട്ടിൽ നിന്നതിന് ശേഷം. മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ 4.5 വർഷം, അത് എൻജിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകനായി ആണ് ജോലി ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. സോ ആ ഒരു സമയത്ത് അവിടെ പഠിച്ചിരുന്ന, കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഏകദേശം ഭൂരിഭാഗവും അവരുടെ പാരൻസ് ഗൾഫിലായിരുന്നു. സോ ഗൾഫിൽ പാരൻ്റാണ്, ചിലപ്പോൾ അച്ഛനും അമ്മയും 2 പേരുമായിരിക്കും, ചിലപ്പോൾ അച്ഛൻ മാത്രം. സോ അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അതാണ് ഒരു മൂന്നാമത്തെ കാറ്റഗറി എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്നത്. അതോടൊപ്പം നാലാമതൊരു ക്വാളിഫിക്കേഷൻ ലെവൽ കൂടിയുണ്ട്. അതായത് ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നേരത്തെ പറഞ്ഞ അതായത് 3rd കാറ്റഗറി ഓഡിയൻസിൻ്റെ, അതായത് വർഷങ്ങളായി പ്രവാസിയായി ജീവിക്കുന്ന ഇതുപോലുള്ള പാരൻസ്, അവർ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന വേദനകളും ആവലാതികളും അവരുടെ ടെൻഷനുകളും കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് അടുത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. സോ ഇങ്ങനെ പല ലെയേഴ്സിലാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. സോ ഇതൊക്കെ പറഞ്ഞത് ചെറുതായിട്ട് എൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതോടൊപ്പം നമ്മുടെ ടോപ്പിക്കും.
സോ ഇങ്ങനെ ഒരു പ്രവാസി അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി. ഒന്ന്, ഈ പറഞ്ഞ പ്രവാസിയുടെ ഫാമിലി, എസ്പെഷ്യലി ദ ചിൽഡ്രൻ, കിഡ്സ്, കുട്ടികൾ നാട്ടിൽ സാമ്പത്തികമായി കാര്യമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അതിനു വേണ്ടിയാണ് പലപ്പോഴും പാരൻറ്റ് ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് അവരുടെ സമയവും യൗവനവും ഒക്കെ കളയുന്നത്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർ ഇങ്ങനെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി അവരുടെ ജീവിതത്തിൻ്റെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സമയം എന്നുള്ളത് ആർക്ക് വേണ്ടിയാണോ ചെലവഴിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി വേണം ഈ കുട്ടികൾ വളരേണ്ടത്. നാട്ടിലേക്ക് ഇങ്ങനെ കാശ് ഒഴുക്കി വിടുമ്പോൾ ചിലപ്പോൾ കാശിൻ്റെ വില നമ്മുടെ ഈ പറയുന്ന പ്രവാസി കുടുംബത്തിലെ കുട്ടികളോ ഫാമിലി മെമ്പേഴ്സോ പലപ്പോഴും തിരിച്ചറിയാതെ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ട്രാജഡി തന്നെയാണ്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ജീവിത ചെലവുകൾ, പുതിയ വീട്, മക്കളുടെ കല്യാണം, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി കാശ് മാറ്റിവെച്ച് ഒരു പ്രവാസി ജീവിക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക, പുറത്തേക്കുള്ള കറക്കം ഒഴിവാക്കുക, ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലും മര്യാദയ്ക്ക് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാശ് ചിലവാക്കി പോകും എന്ന ഒരു ഭയത്താണ്. സോ ആ കാശ് പോലും നമ്മുടെ കുടുംബം നാട്ടിൽ ആസ്വദിച്ചോട്ടെ അല്ലെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പിന്നീട് ജീവിതത്തിൻ്റെ നല്ലൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രവാസികളുമുണ്ട്. പക്ഷേ ഈ പ്രവാസി ഒരിക്കലും നാട്ടിലെത്താറില്ല. മറിച്ച് പ്രവാസ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും പ്രശ്നങ്ങളും ടെൻഷനുകളും പ്രഷറുകളുമൊക്കെ ഏറ്റുവാങ്ങി ഒരു ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം വെച്ചോ ജീവിതം അവസാനിച്ച് പോകുന്ന വളരെ ട്രാജിക്കായ ഇൻസിഡൻറ്റിൽ പ്രവാസി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം എന്നുള്ളത്. സോ ആദ്യത്തെ ഓഡിയൻസിനോട് പറയാനുള്ളത് കുട്ടികളോട്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് വളരെ നല്ല രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻറ്റിനോട് പെരുമാറുക. എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ പാരൻറ്റ് ഈ പ്രവാസിയായി ജീവിക്കുന്നത് ഒറ്റയ്ക്ക്, എസ്പെഷ്യലി അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറിച്ച് ഒരു ജീവിതം എന്നുള്ളത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതല്ല. അതിനതിൻ്റേതായ പല ഘടകങ്ങളും ഗുണങ്ങളും വേണം. അതൊന്നും ഇല്ലാതെയാണ് ഈ പ്രവാസി ജീവിക്കുന്നത്. നാട്ടിൽ നിന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ടെൻഷനൊന്നുമില്ല, ഗൾഫിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ലൈഫ് സ്റ്റൈലായിരിക്കും, ഫ്ലെക്സിബിളായി ഡൈനാമിക്കായ ഒരു ജീവിത രീതിയൊക്കെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കാര്യം അല്പം ഡാർക്കും ഫേഡഡുമൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് നമ്മുടെ യങ്സ്റ്റേഴ്സാണ്, ഒരു പ്രവാസിയാകാൻ തയ്യാറെടുക്കുന്ന യങ്സ്റ്റർ എന്നുള്ളത്. സോ ഇവർ ഗൾഫിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള സ്വപ്നങ്ങളും നെയ്തുകൂട്ടിയാണ് വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും പലപ്പോഴും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. സോ എല്ലാവർക്കും എല്ലാം നേടാൻ പറ്റും എന്ന് നിർബന്ധമില്ല. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ പ്രവാസി ജീവിതം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നേടാൻ പറ്റും. അല്ലാത്തവരെല്ലാം ആവറേജ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത്. ഒരു ബെഡ് സ്പേസിൽ ഒതുങ്ങി ജീവിക്കുന്നു, മൊബൈൽ നോക്കി നെടുവീർപ്പിട്ട് വീഡിയോ കോളിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നോക്കി പുഞ്ചിരിച്ച് ആശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. മാസം മാസം നാട്ടിലേക്ക് അയക്കുന്ന കാശും അച്ഛനമ്മയുടെ ചിരിയും സന്തോഷവും വീട്ടുകാരുടെ സന്തോഷവുമൊക്കെ സ്വന്തം സന്തോഷമായി മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ഒരാളാണ് പ്രവാസി എന്നുള്ളത് മെയിനായിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7 ഡേ ഉള്ള ഒരാഴ്ചയിൽ ചിലപ്പോൾ
6 days വർക്കിംഗ് ആയിരിക്കും. ബാക്കിയുള്ള ഒരു ദിവസമോ 2 ദിവസമോ ആയിരിക്കും വീക്കെൻഡ് എന്നുള്ളത്. ഇത് തുണി അലക്കിയും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും അല്ലെങ്കിൽ ഏതെങ്കിലും സമയമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കം, അത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്നുള്ളത്. ബാക്കി എല്ലാ സമയവും ഒറ്റപ്പെടലുകളും പ്രഷറും ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ്. ഇത് സത്യമാണ്, നിരുത്സാഹപ്പെടുത്തുകയല്ല ഗൾഫ് ജീവിതത്തെക്കുറിച്ച്. മറിച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ റിയലിസ്റ്റിക്കായി വിലയിരുത്തലാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇവിടെ പറയാൻ കാരണം, ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഗൾഫിലേക്ക് വന്നാൽ മതി. അല്ലാതെ ഗൾഫിൽ വന്ന് അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കാം എല്ലാ സമയവും എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അർഹിക്കുന്ന പ്രതീക്ഷകൾ മാത്രം വെച്ച് പുലർത്തുക, റിയലിസ്റ്റിക് ആവുക, പ്രാഗ്മാറ്റിക് ആവുക. നമുക്ക് പല രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. യങ്സ്റ്റേഴ്സിനോടാണ് പറയുന്നത്. കല്യാണം, വീട് വെക്കൽ, ഫാമിലിയിലെ ചില കാര്യങ്ങൾ, അനിയത്തിമാരുടെ കല്യാണം, അനിയന്മാരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനിയത്തിമാരുടെ എഡ്യൂക്കേഷൻ, ഉപ്പയുടെ മെഡിക്കൽ എക്സ്പെൻസസ്, വീടൊന്ന് പുതുക്കി പണിയണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒരു മൈൽ സ്റ്റോണായി വെച്ച് വളരെ കൃത്യമായി മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അതിനുള്ള പണമല്ല, മറിച്ച് സ്കിൽസ് നേടിയെടുക്കുക, അതിനുള്ള ഒരു മാനസികാവസ്ഥ ബിൽഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റാണ്. ഇൻ കേസ് ഒരു നല്ല ജോലി ലഭിക്കുകയാണ്, നല്ല കാര്യമാണ്, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നാട്ടിൽ നേടാനും പറ്റും, ഇഫ് യു ആർ റിയലി ലക്കി. അല്ലെങ്കിൽ വളരെ പ്രഡിക്റ്റബിളായ മൊണോട്ടണസായ വർക്ക് ലൈഫായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും ലോൺലിനെസ്സും ബോർഡും ഒക്കെ വരും. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ എക്സ്പാട്രിയേറ്റ് ലൈഫ് എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് പിന്നീട് നിങ്ങളുടെ വൈഫിനെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. അത് എൻ്റെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക്, അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് എൻ്റെ ഒരു ഫോക്കസ് എന്നുള്ളത് പ്രവാസി ഗൾഫിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ ഭക്ഷണകാര്യം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളും ആക്ടിവിറ്റീസിലും ഏർപ്പെടുക, സോഷ്യൽ ലൈഫിന് പ്രാധാന്യം കൊടുക്കുക. സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നാട്ടുകാർ അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ, അവരുമായി ഇണങ്ങി ജീവിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് അത് നമ്മുടെ മാനസികാരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആൾ എന്ന് വെച്ചാൽ വർഷങ്ങളായി എക്സ്പാട്രിയേറ്റ് ആയി പ്രവാസിയായി ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ നല്ല ജീവിത സമയം എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞു. പല രീതിയിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി തലപൊക്കി വരുന്ന സമയമാണ്. ചിലപ്പോൾ അതിൻ്റെ മിഡായിരിക്കും, ചിലപ്പോൾ ഓൾമോസ്റ്റ് എൻഡായിരിക്കും. സോ ഇനിയും നിങ്ങളിവിടെ തൂങ്ങി നിൽക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി നോക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഇവിടെ സമയം ഒറ്റയ്ക്ക് ജീവിച്ച് കളയരുത് എന്നാണ് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ സമൂഹവും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ കുട്ടികളും നിങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം യു ഷുഡ് ഗെറ്റ് ഇറ്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ഭാഗം ഒറ്റയ്ക്ക് ജീവിച്ച് കളഞ്ഞ നിങ്ങൾ വർഷത്തിലൊരിക്കൽ 2 വർഷത്തിലൊരിക്കൽ മാത്രം 1 മാസമോ 2 മാസമോ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം തന്നെ എന്നുള്ളത്, എന്തുകൊണ്ട് ഒരു പ്രവാസി അവരുടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞിട്ട് പോലും സ്വന്തം ഭാര്യയോടൊപ്പം ജീവിക്കാനുള്ള ഒരു
അർഹത നേടുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സ്റ്റാറ്റസ് കൈവരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു തോൽവിയാണ്. തോൽവി എന്ന് തന്നെ പറയും. കാരണം ഏത് രീതിയിലുള്ള കാര്യം വെച്ചിട്ടാണെങ്കിലും ഈ രീതിയിലുള്ള ലൈഫിനെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ഒരു രീതിയിലുള്ള ഡെക്കറേഷനും മാച്ച് ചെയ്യില്ല. സത്യത്തെ സത്യമായിട്ട് തന്നെ കാണണം. സോ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രവാസി തീർച്ചയായിട്ടും അവരുടെ ഈ സാക്രിഫൈസസ് മനസ്സിലാക്കി വേണം എല്ലാവരും അവരെ ഒന്ന് സ്വീകരിക്കാൻ. സോ ഏതെങ്കിലും ആൾ നാട്ടുകാരോ വീട്ടുകാരോടെ പ്രവാസി ആയിട്ടുള്ള അവരുടെ മെമ്പർ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് അല്പം ദയ കാണിക്കുക. അവർ തിരിച്ചു വരികയാണെങ്കിൽ 2 കൈകളും നീട്ടി സ്വീകരിക്കുക. അവർക്ക് ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കാനുള്ള അവസരം നിങ്ങൾ നൽകിക്കൊടുക്കുക എന്നുള്ളത് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അവർ നിങ്ങൾക്ക് വേണ്ടി ഒറ്റപ്പെട്ട് ജീവിച്ച് ഇത്രയും കാര്യങ്ങൾ മാറ്റിവെച്ച് ജീവിച്ചതിൻ്റെ ഒരു പ്രതിഫലമായി അറ്റ്ലീസ്റ്റ് അവരുടെ പ്രായമായ സമയത്ത് സമാധാനത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്ക് നൽകാൻ പറ്റുമെന്നാണ് എനിക്കുള്ളൊരു വിശ്വാസം. എനിവേ, കൂടുതൽ കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.